പെരിയാർ നദി നമ്മൾ പഠിച്ചു. അടുത്തത് ഭാരതപ്പുഴ നദിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ സ്ലൈഡിൽ കുറച്ച് ആവശ്യമുള്ള പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ഇപ്പോൾ കുറച്ച് പറയും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. കുറച്ച് സ്പീഡിലായിട്ട് ആയിരിക്കും പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പോൾ പോർഷൻസ് ഒരുപാട് കിടപ്പുണ്ട് കവർ ചെയ്യാൻ. അതുകൊണ്ടാണ് സ്പീഡിന് പോകുന്നത്. ജസ്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്തത് ഭാരതപ്പുഴ നദിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഭാരതപ്പുഴ എന്നറിയപ്പെടുന്ന നദിക്ക് പൊന്നാനി നദി, നിള, പേരാർ, കുറ്റിപ്പുറം നദി എന്നിങ്ങനെ 5 വ്യത്യസ്ത പേരുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ആനമല നിരകൾക്ക് സമീപമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നദികളിൽ ഒന്നാണെന്ന് ഇത് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കേരളത്തിലെ 2ാമത്തെ നീളമേറിയ നദിയാണ് ഭാരതപ്പുഴ. ഇത് പിന്നീട് അറബിക്കടലിൽ പതിക്കുന്നു. മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലൂടെ കടന്നു പോകുന്നു. അറബിക്കടലിൽ പതിക്കുന്നതിന് മുമ്പ് ഇത് മൊത്തം 209 കിലോമീറ്റർ ദൂരം പിന്നിടുന്നു. ഡ്രെയിനേജ് ഏരിയ കേരളം, തമിഴ്നാട്. കൈവഴികൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, അതുപോലെ കൽപ്പാത്തിപ്പുഴ എന്നിവയുൾപ്പെടെ നിരവധി പോഷക നദികൾ ഭാരതപ്പുഴയെ പോഷിപ്പിക്കുന്നു. അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാം. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലമാണ് പൊന്നാനി. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനിപ്പുഴ എന്നാണ്. ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേര് നൽകിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പുരാതന കാലത്ത് പേരാർ എന്നാണ് ഈ നദി അറിയപ്പെട്ടിരുന്നത്. പ്രസിദ്ധമായ മാമാങ്കം ഉത്സവം നടക്കുന്ന സ്ഥലമാണ് തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്താണിത്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, MD വാസുദേവൻ നായർ. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി സംഗമിക്കുന്ന സ്ഥലമാണ് മായന്നൂർ. മായന്നൂർ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി സംഗമിക്കുന്ന സ്ഥലമാണ് മായന്നൂർ. അത് തൃശ്ശൂർ ജില്ലയിലാണ്. കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദികളാണ്. കണ്ണാടിപ്പുഴ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നു. നേരത്തെ നമ്മൾ പെരിയാറിൻ്റെ കേസിലും അതിൻ്റെ നീർത്തട വിസ്തൃതി പറഞ്ഞു. ഇവിടെയും 6186 കിലോമീറ്ററാണ് അതിൻ്റെ നീർത്തട വിസ്തൃതി. ഇതിൽ 3/2 ഭാഗവും തമിഴ്നാടാണ്. ബാക്കിയുള്ളത് 3/2 ഭാഗവും കേരളത്തിൻ്റെ ഭാഗമാണ്. ബാക്കിയുള്ളത് തമിഴ്നാടിൻ്റെയാണ്. അതുപോലെ നിളാതീരത്തിലെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് ഇത്, തോൽപ്പാവക്കൂത്ത്. നിളാതീരത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കലാരൂപം ഏതാണ്? തോൽപ്പാവക്കൂത്ത്. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ജലസംഭരണികളിൽ ഏറ്റവും വലുത് ഏതാണ്? മലമ്പുഴ അണക്കെട്ടാണ്. കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് കുറുകെ പാലക്കാട് ചുരത്തിലൂടെ പടിഞ്ഞാറോട്ട് ഈ നദി ഒഴുകുന്നു. തിരൂർ നദി ഉൾപ്പെടെ നിരവധി പോഷക നദികൾ ഇതിൽ ചേരുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതപ്പുഴ തടത്തിൽ തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് ധാരാളം മഴ ലഭിക്കുന്നു. അതുപോലെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചായിരുന്നു. എന്താണ്? ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നദികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്ത്? വിജ്ഞാന കേന്ദ്രം. നിള വിജ്ഞാന കേന്ദ്രം ഇതിനായിട്ട് ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതുപോലെ അണക്കെട്ടുകൾ ഇത് ഇനി പറയുന്നത് ഈ അണക്കെട്ടുകളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഭാരതപ്പുഴയ്ക്കും കൈവഴികൾക്കും കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണികളിൽ ഏറ്റവും വലുത് മലമ്പുഴയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആ പോയിൻ്റാണ് ഒന്നും കൂടെ പറഞ്ഞത്. പിന്നെ ഈ അണക്കെട്ടുകൾ ജസ്റ്റ് നമ്മൾ ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലിരിക്കും. വാളയാർ അണക്കെട്ട്, മംഗലം അണക്കെട്ട്, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ ഡാം, ആളിയാർ, അപ്പർ ആളിയാർ, ചിറ്റൂർ പുഴ, കാഞ്ഞിരപ്പുഴ ഡാം എന്നിവ ഭാരതപ്പുഴ തടത്തിലെ മറ്റണക്കെട്ടുകൾ. ഇതൊക്കെയാണ് വാളയാർ അണക്കെട്ട്, മംഗലം, പോത്തുണ്ടി ഡാം, മീങ്കര, ചുള്ളിയാർ ഡാം, ആളിയാർ, അപ്പർ ആളിയാർ, ചിറ്റൂർ പുഴ നമ്മൾക്ക് ഓർമ്മിക്കാൻ പറ്റും. അതുപോലെ കാഞ്ഞിരപ്പുഴ, കുഞ്ഞിരാമൻ കാഞ്ഞിരപ്പുഴ, അങ്ങനെ കുറച്ച് ലിങ്ക് ചെയ്തൊക്കെ ആലോചിക്കുക. കുറച്ച് ക്ലൂ ഒക്കെ വെച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കും. അപ്പോൾ വാളയാർ അണക്കെട്ട്, മംഗലം അണക്കെട്ട്, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ ഡാം, ആളിയാർ, അപ്പർ ആളിയാർ, ചിറ്റൂർ പുഴ, അതുപോലെ കാഞ്ഞിരപ്പുഴ ഡാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പമ്പാ നദിയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എല്ലാം പോയിൻറ്റ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ഒന്ന് ഓർമ്മിച്ചൊക്കെ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.